ഭാവ രാഗ താള സംഗമം. അതാണ് ഇന്ന് കാലത്ത് മുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കുറഞ്ഞ കുട്ടികളെ വെച്ച് തുടങ്ങിയ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ 250-ലേറെ കുട്ടികൾ അഭ്യസിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ അത് വലിയ ഒരു വിജയമാണ്, സന്തോഷ വാർത്തയാണ്. എനിക്കും ഈ ചടങ്ങിൽ എത്തിച്ചേരാൻ സാധിച്ചതിനുള്ള സന്തോഷം രേഖപ്പെടുത്തട്ടെ. മഞ്ചേരിയിൽ ഇതിനു മുമ്പും ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. എനിക്ക് പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുള്ള നാടാണ് മഞ്ചേരി. ഇന്ന് ഞാനിവിടെ എത്താൻ കാരണക്കാരനായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുഹൈൽ, എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രമോദേട്ടൻ, പുറകിലിരിക്കുന്ന അഹമ്മദ് ക, ഇവരെല്ലാം എന്നെ പലവട്ടം മഞ്ചേരിയിൽ എത്തിച്ചിട്ടുണ്ട് പല പ്രോഗ്രാമിലായിട്ട്. എല്ലാവരോടും ഇപ്പോഴും സ്നേഹമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സ്കൂളുകളിൽ കല പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ അതിഥിയായിട്ട് പോകാനുള്ള ഭാഗ്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പേരുടെ പെർഫോമൻസ് ഒക്കെ നടക്കാൻ പോകുന്നു. കലയാണ് എൻ്റെ ജീവിതോപാധി. കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ കലാരംഗത്തുണ്ട്. സ്കൂൾ പഠനകാലത്തെ കലയുടെ വല്ലാത്തൊരു താല്പര്യമായിരുന്നു. കോളേജിലെത്തിയപ്പം അത് മൂർച്ഛിച്ചു. പിന്നെ കോളേജ് വിട്ട് ഇറങ്ങുമ്പോൾ കല കൊണ്ട് ജീവിക്കുക എന്നുള്ള തീരുമാനമെടുത്തു. വീട്ടിൽ നിന്ന് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാതാപിതാക്കളായിട്ടുണ്ടായെങ്കിലും അവസാനം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയായ കുഞ്ഞിനി മാഷ് എൻ്റെ രക്ഷകനായിട്ട് വന്നു. അദ്ദേഹമാണ് എൻ്റെ അമ്മയോടും അച്ഛനോടും പറയുന്നത്, അവൻ കലാകാരനായിട്ട് ജീവിക്കട്ടെ, അവൻ നാടറിയുന്ന കലാകാരനാവും എന്ന് 26 വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞിനി മാഷ് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഞാനിന്ന് വിനോദ് കോവിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. കുഞ്ഞിനി മാഷിനോട് എനിക്ക് കടപ്പാടുണ്ട്. ഞാനൊരു കലാകാരൻ മാത്രമല്ല, ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ മഞ്ചേരിയിൽ വന്നിരുന്നു. മഞ്ചേരി ടൗൺ ഹാളിൽ SSLCക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് 750ഓളം കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിരുന്നു. ഞാനൊരു അധ്യാപകനും കൂടിയാണ്, പ്ലസ് ഞാനൊരു സോഷ്യൽ വർക്കറുമാണ്. ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ കലാകാരനായിട്ട് തന്നെ ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത്രയും നല്ലൊരു മേഖല വേറെയില്ല. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആദ്യം എതിർത്ത് നിന്നെങ്കിലും പിന്നീട് അവർക്കും ഒരുപാട് സന്തോഷമായി. എന്നെക്കുറിച്ച് ഓർത്ത് അവർ അഭിമാനിക്കാൻ തുടങ്ങിയ നിമിഷമുണ്ടായിരുന്നു. മറിമായം എന്ന പരിപാടിയിൽ കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ അഭിനയിക്കുന്നു. 947ഓളം കഥാപാത്രങ്ങൾ ചെയ്യാൻ മറിമായത്തിലൂടെ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. ആദ്യമായിട്ട് മറിമായത്തിലേക്ക് സെലക്ട് ചെയ്യുന്നതും എന്നെയാണ്. ആദ്യം ക്യാമറ വെച്ചതും എൻ്റെ മുഖത്താണ്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അതിലുപരി ലോകം മുഴുവൻ എനിക്ക് ആരാധകരുണ്ടാക്കി തന്ന പ്രോഗ്രാമാണ് MIT മൂസ. ഇന്ന് ഞാൻ ഇപ്പോൾ സുഹൈലിൻ്റെ കൂടെ ഇങ്ങോട്ട് വരുമ്പം 2-3 സ്ഥലങ്ങളിൽ ഞങ്ങൾ കാറ് നിർത്തിയപ്പോഴൊക്കെ ആളുകൾ മൂസക്കായി എങ്ങോട്ടാ എന്നാണ് ചോദിക്കുന്നത്. ആ പരിപാടി നിന്നിട്ട് 8 വർഷം കഴിഞ്ഞു ഇപ്പം മീഡിയ വന്നിട്ട്. പക്ഷെ ഇന്നും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മൂസ എന്ന കഥാപാത്രം പോയിട്ടില്ല എന്നുള്ളതാണ് വലിയ സന്തോഷം. കാരണം അത്രയും ആളുകളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു കഥാപാത്രമായിരുന്നു അത്. ആ പരിപാടി കാരണം ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള ഭാഗ്യം. കുട്ടിക്കാലത്ത് സ്വപ്നം കണ്ട അമേരിക്കയും ഓസ്ട്രേലിയയും ലണ്ടനും തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ പാത്തുവിൻ്റെ കൈ